മധ്യപൂർവേഷ്യയിലെ സംഘർഷം 4ാം ദിനത്തിലേക്ക് കടന്നതോടെ ഇറാനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് GCC രാജ്യങ്ങൾ. റിയാദിലെ അമേരിക്കൻ എംബസി ആക്രമണത്തെ അപലപിച്ച സൗദി അറേബ്യ നടന്നത് വഞ്ചനാപരമായ ആക്രമണമാണെന്ന് തുറന്നടിച്ചു. അതിനിടെ ഇറാനെതിരെ നിലപാട് കടുപ്പിച്ച് ഖത്തർ രംഗത്തെത്തി. തങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ലെന്നും ഇറാന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാതിരിക്കില്ലെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് GCC രാജ്യങ്ങൾ. റിയാദിലെ അമേരിക്കൻ എംബസിക്കെതിരെ നടന്നത് വഞ്ചനാപരമായ ആക്രമണമെന്ന് സൗദി തുറന്നടിച്ചു. മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാൻ ഖത്തർ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചെന്നും ദോഹയാണ് ലക്ഷ്യമിട്ടതെന്നും ഖത്തർ ആരോപിച്ചു. ആക്രമണങ്ങൾക്ക് മറുപടി നൽകാതിരിക്കില്ലെന്നും പ്രതിരോധ മിസൈലുകളുടെ ശേഖരം ഖത്തറിനുണ്ടെന്നും വിദേശ വക്താവ് കൂട്ടിച്ചേർത്തു. അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് കുവൈത്തും രംഗത്തെത്തി. അതിനിടെ UAE-യിലെ ഫുജൈറ തുറമുഖത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായി. എണ്ണ വ്യവസായ കേന്ദ്രത്തിലായിരുന്നു സംഭവം. ഒമാനിലെ ദുഖും തുറമുഖത്തും ഇന്ന് ഡ്രോണാക്രമണം നടന്നു. ഒമാനിലെ സലാലയിലും ഡ്രോണാക്രമണമുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.